വി ഫ്രാൻസിസ്. വടക്കാഞ്ചേരിയിലെത്തുന്ന ഓരോ പഴയ തലമുറക്കാരും മാണി എന്ന പഴയ പലചരക്ക് കടക്കാരനെ ഓർക്കാതിരിക്കില്ല. നിരപ്പലകകളിട്ട പീടികമുറിയുടെ ഒരറ്റത്ത് ഷർട്ടിടാതെ കഴുത്തിൽ കൊന്തയും പണിഞ്ഞ് കണക്കുകൂട്ടുന്ന സാധാരണ കച്ചവടക്കാരനെയും പുറത്ത് റോഡരികിലായി ചരക്ക് കൊണ്ടുപോകാൻ കാത്തു നിൽക്കുന്ന കാളവണ്ടിയും ഇന്ന് ജീവിച്ചിരിക്കുന്നവരുടെ പഴയ തലമുറയിലുള്ളവരുടെ മനസ്സിൽ ആ ചിത്രം തെളിയാതിരിക്കില്ല. കാലം മാറി, അതിനൊപ്പം ആളുകളും മാറി. പലചരക്ക് കച്ചവട സ്ഥാപനങ്ങൾ മിക്കതും സൂപ്പർ മാർക്കറ്റുകളായി. അങ്ങനെയാണ് മാണി സൂപ്പർ മാർക്കറ്റും ഉണ്ടായത്. മാണി എന്ന ആ പഴയ കച്ചവടക്കാരന്റെ പേര് വാനോളമുയർത്തി ഓട്ടുപാറയിൽ തലയുയർത്തി നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാണ് മാണി സൂപ്പർ മാർക്കറ്റ്. മാണി സൂപ്പർ മാർക്കറ്റിന്റെ വിജയം വിശ്വസ്തത ഒന്ന് മാത്രമാണെന്ന മാണിയുടെ മകനും മാണി സൂപ്പർ മാർക്കറ്റ് ഉടമയുമായ വി ഫ്രാൻസിസും പറയുന്നു. ഒരു ചെറിയ വാടക കെട്ടിടത്തിൽ ആരംഭിച്ച സ്ഥാപനം ഇപ്പോൾ 15,000-ഓളം ചതുരശ്ര അടിയിലുള്ള സ്വന്തമായ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. കാരുണ്യ പ്രവർത്തന രംഗത്തും സജീവമാണ് വി ഫ്രാൻസിസ്. അപകടത്തിൽപ്പെട്ട് ആരും തെരുവുകളിൽ കിടന്ന് മരിക്കാനിടയാവരുതെന്ന സന്ദേശവുമായി ഫാദർ ഡേവിസ് ചെർമൽ ആരംഭിച്ച ആക്സ് എന്ന ജീവകാരുണ്യ സംഘടനയുടെ വടക്കാഞ്ചേരി ബ്രാഞ്ചിന്റെ കഴിഞ്ഞ 12 വർഷത്തെ പ്രസിഡന്റാണ് വി ഫ്രാൻസിസ്. ലൂസിയാണ് ഭാര്യ. അനു ഫ്രാൻസിസ്, അനു അബിലാൽ എന്നിവർ മക്കളാണ്. എനി ടൈം ന്യൂസിന്റെ പിന്നിട്ട വഴിയിൽ ഇന്നത്തെ നമ്മുടെ അതിഥി. നമസ്കാരം. എനി ടൈം ന്യൂസിന്റെ പിന്നിട്ട വഴികളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് കടന്നു വന്നിരിക്കുന്നത് ശ്രീ വി ഫ്രാൻസിസ് അവറുകളാണ്. നമുക്ക് ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും സ്വാഗതം. വടക്കാഞ്ചേരിയിൽ എത്തുന്ന ഏത് പഴയ ആളുകൾക്കും സുപരിചിതമായ ഒരു പേരാണ് മാണീസ്. എനിക്ക് തോന്നുന്നു ആ പഴയ കാലഘട്ടങ്ങളിൽ സഞ്ചരിക്കുന്നവർ, വടക്കാഞ്ചേരിയിൽ വരുന്നവർക്കെല്ലാം സുപരിചിതമായ വ്യക്തിത്വം. അവിടുന്ന് അങ്ങ് ഈ ഒരു രംഗത്തേക്ക് കടന്നു വന്നു. ഇന്ന് പിന്നിട്ട് ഈ നാൾ വഴികൾ നോക്കുമ്പോൾ പഴയ ആ ഒരു കച്ചവട സ്ഥാപനത്തിന്റെ ഓർമ്മകൾ എന്ന് പറയുന്നത് ഇന്നുമുണ്ട്. പഴയ ആ കച്ചവട സ്ഥാപനത്തിന്റെ ഓർമ്മകൾ എങ്ങനെയാണ് സാറേ? അന്നത്തെ ഒരു പഴയ കച്ചവട സ്ഥാപനം എന്ന് പറയുമ്പോൾ എൻ്റെ വളരെ ചെറുപ്രായത്തിൽ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കടയിലേക്ക് മിക്കവാറും ദിവസം എത്താറുണ്ട്. 5ാം ക്ലാസ് അന്ന് കടയിൽ ഒരു 6-7 ശമ്പളക്കാരുണ്ടായിരുന്നു. പിന്നെ അന്ന് ബേക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു 8-9 ആളുണ്ടായിരുന്നു. പിന്നെ അപ്പനും വല്യപ്പൻ്റെ അന്ന് 59 നിരപ്പലകളുടെ കടയായിരുന്നു നമ്മുടെ കട. എനിക്ക് തോന്നുന്നു വടക്കാഞ്ചേരിയിലത്തെ ഏറ്റവും കൂടുതൽ നിരപ്പലകളുടെ കട അപ്പൻ്റെ കടയായിരുന്നു. അപ്പം അതിന്ന് വർഷങ്ങളോളം എടുത്ത് മാറി ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള കട എനിക്ക് ഒരു കട 15,000 സ്ക്വയർ ഫീറ്റ്, പിന്നെ ഒന്ന് 2,000 സ്ക്വയർ ഫീറ്റ്, പിന്നെ ചേലക്കര ഒരു കട 10,000 സ്ക്വയർ ഫീറ്റ്. അവിടുന്ന് എനിക്ക് തോന്നുന്നു അന്നത്തെ ആ നിരപ്പലകളുള്ള കടയിൽ നിന്ന് ഇന്ന് ഇത്രയും സ്ക്വയർ ഫീറ്റുള്ള കടകളിലേക്കുള്ള യാത്ര പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നടന്നതല്ല. അതിന് പുറകിൽ ഒരുപാട് കഠിന പ്രയത്നങ്ങളും അധ്വാനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപറ്റം തൊഴിലാളികളുടെ കൂട്ടമായ ഒരു സമൃദ്ധമായ തീർച്ചയായിട്ടും തൊഴിലാളികളുടെ സഹകരണം കൊണ്ട് മാത്രമാണ് ഈ വളർച്ച സാധ്യമാക്കിയിട്ടുള്ളത്. പിന്നെ അപ്പച്ചനെ സംബന്ധിച്ച് നോക്കുക, അപ്പച്ചൻ ചിട്ടയായ ഒരു പ്രവർത്തനത്തിന്റെ ഒരു പാതയിൽ അല്ലായിരുന്നു ഈ ഒരു പ്രവർത്തനങ്ങളിലേക്ക് എത്തി. തീർച്ചയായിട്ടും ഞാൻ അപ്പച്ചനെ ഓർക്കുമ്പോൾ എന്താണ് ആ ഒരു അപ്പനെ ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരു റോൾ മോഡലാകാൻ പറ്റിയ ആളാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ബിസിനസ്സിൽ സത്യസന്ധത നിർബന്ധമായിട്ടും പാലിക്കണമെന്നാണ് ഞങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. ലാഭത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കാറില്ല ഒരിക്കലും. ലാഭമല്ല മുഖ്യം, നല്ല സർവീസ് കൊടുത്ത് ന്യായമായ ലാഭം. എന്നുവെച്ചാൽ കച്ചവടം, നാട്ടിലുള്ള പലരും കച്ചകപടമെന്ന് പറഞ്ഞ് അപമാനിക്കുമ്പോഴും അതിനെ ശക്തമായി എതിർക്കാറുള്ളതാണ് ഞാൻ. എൻ്റെ സ്വഭാവം അങ്ങനെയാണ്, അപ്പനും അങ്ങനെ തന്നെയായിരുന്നു. എന്നുവെച്ചാൽ കച്ചകപടം എന്ന് വെച്ചാൽ കപടമല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഒരു മാന്യമായ വിലയ്ക്ക് ആൾക്കാർക്ക് പല സ്ഥലങ്ങളും ഉൽപ്പാദന സ്ഥലത്തു നിന്ന് എത്തിച്ച് ഇവിടെ വ്യാപാരം നടത്തുന്നു. അതിന് ന്യായമായ ഒരു ലാഭം വാങ്ങുന്നു. നമ്മൾ ഒരു തൊഴിലിന് കൂലി മേടിച്ച് അത് സത്യസന്ധമായിട്ട് ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് അതിൽ കപടതയുള്ളത്. നമ്മൾ മാന്യമായിട്ട് ചെയ്യുന്ന ഒരു തൊഴിലും കപടമല്ല. അത് കച്ചവടം എന്നല്ല, ഏതൊരു തൊഴിലും സത്യസന്ധമായിട്ട് നമ്മൾ വാങ്ങുന്ന കൂലിക്കുള്ള ജോലി ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് സത്യസന്ധമായ വ്യാപാരം ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്ന് വിദ്യാലയം വിട്ട് നേരെ കടയിലേക്കാണ് ഓടിക്കൊണ്ടിരുന്നത് അല്ലേ?
ആ സമയം അന്ന് ഇൻ്റർവെല്ല് വെള്ളിയാഴ്ച ദിവസം ഇൻ്റർവെല്ല് കൂടുതൽ സമയം ഉണ്ടെങ്കിൽ പിന്നെ ക്ലാസ് ഇല്ലാത്ത ദിവസമൊക്കെ കടയിൽ പോയി നിൽക്കും. അത് ഇപ്പോഴത്തെ തലമുറയോട് എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന തൊഴിൽ നമ്മുടെ പിൻഗാമികൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയുള്ളൂ. നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ഓരോ ദിവസം കഴിയുന്നത്, അതിൻ്റെ വരുമാനം എന്താണ്, നമുക്ക് ആ തൊഴിൽ ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാവണം. അത് എൻ്റെ മകൻ ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. പക്ഷേ അവൻ്റെ വെക്കേഷനുകൾ കൂടുതലും ചിലവഴിച്ചിട്ടുള്ളത് എന്നോടൊപ്പം കടയിലാണ്. അതുകൊണ്ട് എനിക്കൊരു 2 ദിവസം വയ്യ, അല്ലെങ്കിൽ ഞാൻ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നാൽ ആ കച്ചവടം കൊണ്ടു നടക്കാൻ എൻ്റെ മകൻ പ്രാപ്തനാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതിൻ്റെ കാരണം എൻ്റെ തൊഴിലിൽ ഞാൻ എൻ്റെ മകനെയും കൂടി പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഇന്ന് പലരും ചെയ്യുന്നത് ശരിക്കും നമ്മുടെ തലമുറകൾ, അത് എനിക്ക് തോന്നുന്നു ഇനിയുള്ള തലമുറകളും ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതിയിലേക്ക് വരേണ്ടതല്ലേ. വന്നില്ലെങ്കിൽ അതിൻ്റെ ദുരിതം അവരനുഭവിക്കേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊരു അസുഖം വന്നാൽ ആ കട നിർത്തേണ്ട ഒരവസ്ഥ, അതിനെക്കുറിച്ച് വീട്ടുകാർക്കോ മക്കൾക്കോ ഒന്നും അറിയാത്ത അവസ്ഥ. അവർ കൊടുക്കാനുള്ളതും കിട്ടാനുള്ളതും ഒന്നും അറിയില്ല. എവിടെ നിന്ന് പർച്ചേസ് ചെയ്യണം, ആർക്ക് ഒക്കെ ആയിട്ടാണ് ഇടപാടുകളെന്ന് അറിയില്ല. അങ്ങനൊരു അവസ്ഥ വന്നാൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. എൻ്റെ പല സുഹൃത്തുക്കൾക്കും അത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏത് വലിയ തൊഴിലായാലും ചെറിയ തൊഴിലായാലും വലിയ സ്ഥാപനമായാലും ചെറിയ സ്ഥാപനമായാലും അതിൽ മക്കളെ കൂടി ഇൻവോൾവ് ചെയ്യിക്കുന്നതാണ് നിലനിൽപ്പിന് നല്ലത്. അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഉൽപ്പന്നങ്ങളൊക്കെ എത്തിയിരുന്നത് ഇന്നിപ്പോൾ നമുക്കൊന്നും അറിയണ്ട, എല്ലാം നമ്മുടെ കടയിലേക്ക് എത്തുന്ന ഒരു പ്രവണതയിലേക്ക് എത്തിയിട്ടുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ അത് എങ്ങനെയായിരുന്നു? ഞാൻ കടയിൽ വന്ന് തുടങ്ങുന്ന കാലത്ത്, ഇപ്പോൾ അപ്പൻ കട തുടങ്ങിയിട്ടുള്ളത് 1940-ലാണ്. അത് അപ്പന് 20 വയസ്സുള്ളപ്പോഴാണ് കട ആരംഭിച്ചത്. അതിനുശേഷം ഞാൻ കടയിൽ വന്നു തുടങ്ങിയിട്ടുള്ളത്, ഫുൾ ടൈം കടയിൽ ഇരുന്ന് തുടങ്ങിയിട്ടുള്ളത് 1979-ലാണ്. അത്രയും വടക്കാഞ്ചേരിയുടെ ചിത്രം ഇന്ന് മനസ്സിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അന്നത്തെ കോടതി സമുച്ചയം, അന്നത്തെ അതിനു മുമ്പുള്ള ജലമാപിനി, മഴയുടെ അളവറിയാനുള്ള യന്ത്രം, അന്നത്തെ ബോയ്സ് ഹൈ സ്കൂള്, അന്നത്തെ ഓട്ടുപാറ ടു വടക്കാഞ്ചേരി ഒരു ഗ്യാപ്പ്, പാടം നിറഞ്ഞ സ്ഥലം, 2 കുമ്മായപ്പര, കാളവണ്ടിയിൽ ചരക്ക് കൊണ്ടിരുന്നു. തൃശ്ശൂർ പാലക്കാടാണ് മെയിൻ പർച്ചേസ് വരിക. അത് മേജർ പർച്ചേസും തൃശ്ശൂരിൽ നിന്നാണ്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കാളവണ്ടികളിലാണ് അന്ന് ഈ വടക്കാഞ്ചേരിക്കും തേലക്കരയ്ക്കും പഴയനൂർക്കും ഒക്കെയുള്ള ചരക്കുകൾ കാളവണ്ടികൾ. വഴി ഇത്ര വീതിയില്ലെങ്കിലും നല്ല വഴി, ടാർ റോഡ് തന്നെയായിരുന്നു. വലിയ കുണ്ടും കുഴിയില്ലാത്ത വഴിയായിരുന്നു അന്നും വടക്കാഞ്ചേരി തൃശ്ശൂർ റോഡ് ഒരുവിധം തരക്കേടില്ലാത്ത റോഡ്. എൻ്റെ ചെറുപ്പത്തിലും കാണുമ്പോൾ നല്ല റോഡ് തന്നെയാണ്. പല സ്ഥലങ്ങളിൽ ഇത്ര വീതിയില്ല എങ്കിലും കുറച്ച് കയറ്റം ഇറക്കുക, കുറാഞ്ചേരിയൊക്കെ നല്ല വളവും തിരിവൊക്കെയുള്ള വഴികളുണ്ടായിരുന്നു. അതൊന്ന് സ്ട്രെയിറ്റൻ ചെയ്ത് വഴി കുറച്ച് വീതി കൂട്ടി എന്നല്ലാണ്ട് മാറ്റങ്ങളുണ്ട്. പക്ഷേ അന്നത്തെ കാലാവസ്ഥക്കനുസരിച്ച് നല്ല റോഡുകളായിരുന്നു. എനിക്ക് തോന്നുന്നു അന്നത്തെ അരിയുടെ വില എന്തായിരുന്നു ഒന്ന് ഓർത്തെടുത്ത് നോക്കാമോ? ഞാൻ ഫുൾ ടൈം ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ 1 കിലോ അരിക്ക് 2 രൂപയായിരുന്നു വില. ഇന്നത്തെ ഒന്ന് തമാശക്കാണെങ്കിൽ ഇന്ന് ചിന്തിക്കാം 47-50 അടുത്തേക്ക് അത്രയുണ്ട്. അത്രയും ഇരട്ടി വില കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ കാലാനുസൃതമായ മാറ്റങ്ങൾ ഈ പറയുന്ന ഈ കച്ചവടങ്ങളിലും വന്നു തുടങ്ങിയിട്ടില്ലേ? പ്രത്യേകിച്ച് ഇപ്പോൾ ഓൺലൈൻ വ്യാപാര രംഗം കുറച്ചുകൂടി ചൂട് പിടിക്കുന്നത് വരുമ്പോൾ അങ്ങേപോലുള്ള ആളുകൾ അതിനേക്ക് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഓൺലൈൻ വ്യാപാരം വന്നതോടുകൂടിയിട്ട് വ്യാപാരികളും കസ്റ്റമേഴ്സും തമ്മിലുള്ള ബന്ധം വളരെ കുറഞ്ഞു വരിക ചെയ്തിട്ടുള്ളത്. അത് കച്ചവടക്കാർക്ക് കസ്റ്റമേഴ്സിനോടും കസ്റ്റമേഴ്സിന് കച്ചവടക്കാരോടും യാതൊരു ബാധ്യതയില്ല. അത് എനിക്ക് തോന്നണ ഈ ബന്ധം കുറയുമ്പോൾ നമുക്ക് അവരെ പറ്റിക്കാനായിട്ടുള്ള ടെൻഡൻസി കൂടുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. എന്നുവെച്ചാൽ ഞാനും ഇയാളായിട്ട് യാതൊരു ബന്ധമില്ല. നാളെ ഇങ്ങോട്ട് എൻ്റെ ഒരു ആളല്ല. ഇന്നത്തെ ലാഭം നോക്കിയിട്ട് അങ്ങോട്ട് വന്നോളൂ. അപ്പോൾ ഇന്ന് കിട്ടാവുന്നത് മേടിക്കാമെന്ന് എനിക്ക് തോന്നാം. അതേപോലെ തന്നെ മാക്സിമം ബാർഗൻ ചെയ്ത് വാങ്ങുന്ന ആൾക്കും തോന്നും. മുൻപൊരാൾ വീട്ടിൽ നിന്ന് പോരുമ്പോൾ എൻ്റെ കൺസെപ്റ്റിൽ അയാൾ വീട്ടിൽ നിന്ന് പോരുമ്പോൾ പറയും, ഞാൻ ഇന്ന കടയിൽ ഉണ്ടാവും, വല്ല ആവശ്യം വന്നാൽ അങ്ങോട്ട് വിളിച്ചാൽ മതി. ഇന്നത് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. എവിടെയെങ്കിലും ഓഫർ കണ്ടാൽ അവിടെ കയറും. അപ്പോൾ കടക്കാരും വീട്ടുകാരും തമ്മിലുള്ള ബന്ധം കുറയണത് ഗുണം സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ ലാഭങ്ങൾ ഉണ്ടാവും. പക്ഷെ പെട്ടെന്നൊന്ന് തളർന്ന് വീണമെന്ന് വെച്ചാൽ ഈ ആളെ വീട്ടിലെത്തിക്കാനായിട്ട് ആ കടക്കാരന് അത്രയും ബന്ധം ഉണ്ടാവും. അപ്പോൾ ആൾ വീട്ടിലെത്തും. ഇന്നിപ്പോൾ പൊതുസംഘടനകൾ ചിലതൊക്കെ ഉള്ള കാരണം ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ വീട്ടിലേക്ക് എത്തിക്കാം. മറ്റത് ഇന്ന ആളാണ്, ആ ആളുടെ മക്കൾ ഇന്ന ആൾക്കാരാണ്, ഇന്ന വീട്ടിലത്തെ ആളാണെന്നൊക്കെ കൃത്യമായിട്ട് കടക്കാരനറിയാം.
വീട്ടുകാർക്കും അറിയാം. ഫ്രാൻസിന്റെ ഇടയ്ക്ക് ചോദിക്കുകയാണ്, ഇപ്പോൾ ഇത്രയും 1974 കച്ചവടം ഫുൾ ടൈം തുടങ്ങി, അന്ന് മുതലേ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്ന ഓരോ കുടുംബങ്ങളെയും അങ്ങേക്ക് അറിയാൻ സാധിക്കും. തീർച്ചയായിട്ടും. പക്ഷെ ഒരു മാസത്തിൽ ഒരു ദിവസം വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ എന്റെ സ്ഥാപനത്തിൽ വന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഒരു സംശയം, എന്താണ് ആൾ വരാത്തത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണം. അന്നത്തെ കാലഘട്ടത്തിലുള്ള സൗഹൃദ ബന്ധങ്ങൾക്ക് അത്ര പ്രാധാന്യം ഉണ്ടായിരുന്നു. ഇന്ന് ആ ഒരു ബന്ധമില്ലെന്നാണ് അങ്ങ് പറഞ്ഞു വരുന്നത്. അന്ന് തുടങ്ങിയുള്ള സ്നേഹബന്ധങ്ങൾ ഇന്നും മുറിയാതെ കൊണ്ടു നടക്കാൻ അങ്ങേക്ക് സാധിക്കുന്നില്ലേ? കുറേ ഫാമിലികളായിട്ടൊക്കെ സാധിക്കുന്നുണ്ട്. തലമുറകൾ മാറുമ്പോൾ ചിലപ്പോൾ അവർ അത് മോഡേൺ ട്രേഡിലേക്ക് കാര്യങ്ങൾക്ക് മാറുന്നുണ്ട്. പക്ഷേ കാരണന്മാർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്ത് ലാഭം ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നമുക്ക് അവിടുന്ന് മതി എന്ന് നിർബന്ധം പിടിക്കുന്ന കുറേ കാരണന്മാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ ഫുൾ ടൈം 45 കൊല്ലമായി പള്ളിയിൽ ഫുൾ ടൈം ആയിട്ട് വേറെ ഒരു ജോലിക്കും പോയിട്ടില്ല. അപ്പോൾ ഇത്രയും കൊല്ലത്തെ 2-3 തലമുറകൾ തമ്മിൽ ബന്ധമുണ്ട്. അന്ന് മുതൽ കൂടെ സഞ്ചരിക്കുന്ന തൊഴിലാളികളുണ്ടോ സ്ഥാപനത്തിൽ? 35 കൊല്ലമൊക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പഴയ പലരും ഇപ്പൊ ഇല്ല, പല ജോലി കിട്ടി പോയിട്ടുള്ള ആൾക്കാരുണ്ട്. കച്ചവടത്തിൽ അപ്പച്ചൻ പറഞ്ഞു തന്ന ആശയം എന്തായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു അടിസ്ഥാനം പറഞ്ഞു തരുമല്ലോ, നീ ഇത് ചെയ്യണം, ഇതാണ് നിനക്ക് ഞാൻ തരുന്ന ഒരു ഉപദേശമെന്ന്. അങ്ങനെ എപ്പോഴും മനസ്സിലേക്ക് ഫ്രാൻസേട്ടന്റെ മനസ്സിൽ ഉള്ള അപ്പച്ചൻ തന്ന ആ ഉപദേശം എന്താണ്? ഒന്നാമതായിട്ടുള്ള ഉപദേശം എന്താ വെച്ചാൽ, ആരെങ്കിലും വീട്ടിൽ ബുദ്ധിമുട്ടാണ്, പട്ടിണിയാണെന്ന് പറഞ്ഞാൽ 5 കിലോ അരിയും അതിന് വേണ്ട സാധനങ്ങളും ആര് വന്ന് ചോദിച്ചാലും പൈസ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും കൊടുത്തിരിക്കണം എന്നുള്ള നിർബന്ധമാണ് എനിക്ക് ഫസ്റ്റ് തന്നിട്ടുള്ള ഉപദേശം. എന്നുവെച്ചാൽ ഒരാളും നമ്മൾ ഈ ധാന്യങ്ങൾ വിൽക്കാൻ വെച്ചിട്ട് പട്ടിണി കിടന്ന് മരിക്കരുത് എന്നുള്ളത് ഫസ്റ്റ് പോളിസി തന്നെ പഠിപ്പിച്ചിട്ടുള്ള അതാ. പിന്നെ നമ്മൾ നല്ല ക്വാളിറ്റി സാധനങ്ങൾ വിൽക്കുക, മാന്യമായ ലാഭം എടുക്കുക, ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊന്നും ചെയ്യാണ്ടിരിക്കുക, തൂക്കം കുറച്ച് കൊടുക്കാണ്ടിരിക്കുക, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാണ്ടിരിക്കുക. ഫസ്റ്റ് കൊടുക്കേണ്ടത് ക്വാളിറ്റി, സർവീസ്. മൂന്നാമത്തെ സ്ഥാനം ഞാൻ വിലയ്ക്ക് അന്നും ഇന്നും കൽപ്പിക്കാറുള്ളൂ. എൻ്റെ കടയിൽ കുറേ സാധനങ്ങൾ വില കുറച്ച് കൊടുക്കാമെന്ന് ഞാൻ ആരോടും ഓഫർ ചെയ്യാറില്ല. മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല സാധനം ന്യായമായിട്ടുള്ള വിലയ്ക്ക് അത് വാങ്ങിക്കൊണ്ടുപോയിട്ട് എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും അത് ആ വിലയ്ക്കുള്ളത് ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ വിചാരിച്ച ക്വാളിറ്റി ഇല്ലെങ്കിൽ, ഇതൊക്കെ ഞാൻ തിരിച്ചെടുത്ത് ആ പൈസ മുഴുവൻ തിരിച്ചു കൊടുക്കാനും തയ്യാറാണ് കസ്റ്റമേഴ്സിന്. അപ്പച്ചൻ പറഞ്ഞ ആദ്യത്തെ ആശയമാണ് ജീവിതത്തിലുടനീളം ഇപ്പോൾ വരെയും ഇതുവരെയും ആക്സ് പോലെയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളിൽ അങ്ങ് നേതൃത്വ സ്ഥാനത്തേക്ക് കടന്നു വരാനും കാരണം ഒരാൾ പോലും ദുഃഖം അനുഭവിക്കുക. അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം. മാനസികമായിട്ട് നമ്മൾ അപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് നമ്മളെ മനസ്സ് വേട്ടയാടിക്കൊണ്ടിരിക്കും. ഞാൻ ആക്സ് എന്ന പ്രസ്ഥാനം വടക്കാഞ്ചേരിയിൽ തുടങ്ങിയിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ അതിലെത്തുന്നത്. അവരുടെ പ്രവർത്തന രീതി, അതിൻ്റെ ആശയം, അതിൻ്റെ മോട്ടോ എന്താണെന്നുള്ളതൊക്കെ നിഷ്കാമ കർമ്മം. അപ്പം നമ്മൾ യാതൊരു ലാഭേച്ഛയും കൂടാണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ളതിൻ്റെ മുദ്രാവാക്യം തന്നെ എനിക്കത് വളരെയധികം ആകർഷിച്ചു. എന്നുവെച്ചാൽ ഒരു അപകട സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാനാണ് ആ കിടക്കുന്ന ആളെന്ന് വെച്ചാൽ എന്താ ആഗ്രഹിക്കുക, ആരെങ്കിലും രക്ഷിക്കണമെന്ന്, അല്ലെങ്കിൽ എൻ്റെ സഹോദരനാണ് ആ കിടക്കുന്നത് എന്നുള്ളത് നമുക്കൊരു ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ സഹായിച്ചേ പറ്റുള്ളൂ. അപ്പോൾ പക്ഷെ അത് കൂടി വരേണ്ടത് എൻ്റെ അഭിപ്രായം. കൂടി വന്നിട്ടുണ്ട്. ഇപ്പോൾ വടക്കാഞ്ചേരിയിൽ ഇപ്പോൾ 13 കൊല്ലമായി, ഞാൻ 12 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ പരിസരത്ത് ആക്സ് എന്ന പ്രസ്ഥാനം മനസ്സിലായിട്ട് നടക്കുന്ന കുറേ യുവജനങ്ങളെ സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ റോട്ടിലൊരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ഒരു വോളണ്ടിയർ, അല്ലെങ്കിൽ ഈ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആൾ, അല്ലെങ്കിൽ ഈ ആശയം മനസ്സിലേക്ക് കയറിയിട്ടുള്ള ആൾ ഇവിടെ ഉണ്ടാവും. വടക്കാഞ്ചേരി പരിസരത്ത് അപകടം പറ്റിയിട്ട് റോട്ടിൽ രക്തം വാർന്ന് ഒരാളും മരിക്കില്ല എന്ന് എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും. അത്രയും വളണ്ടിയേഴ്സ് ഇവിടെ നാട്ടിലുണ്ട്. അത് പണിയായിട്ട് നടക്കുന്നവരല്ല വളണ്ടിയേഴ്സ്, മാനസികമായിട്ടും സൗജന്യമായിട്ടും. വളണ്ടിയർ എന്ന വാക്കിൻ്റെ കൃത്യമായ അർത്ഥത്തിൽ തന്നെയാണ് ഇവിടുത്തെ വളണ്ടിയേഴ്സ് ഉള്ളത്. അതുകൊണ്ട് വടക്കാഞ്ചേരി സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ കണ്ടീഷനിൽ, ഇനി ഔട്ടറിലൊക്കെ എങ്ങനെയാണ് ആയിട്ട് ആശയം പ്രചരിച്ചു വരുന്നുള്ളൂ, പക്ഷേ അതിൻ്റെ ഗുണം അനുഭവിക്കുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഇവിടെ എവിടെ അപകടം ഉണ്ടായാലും, നിങ്ങൾ പത്രപ്രവർത്തകർ, പൊതുപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് അറിയാം, എവിടെ അപകടം ഉണ്ടായാലും ആക്സിഡൻ്റ് വണ്ടി അല്ലെങ്കിൽ ആക്സിഡൻറ്റ് മെമ്പേഴ്സ് ആരെങ്കിലും അവിടെ വന്ന് രക്ഷിക്കാറുണ്ട്. അതിൽ ഏറ്റവും സന്തോഷമുണ്ട്. ഇതിൽ ഈ പിന്നിട്ട നാൾ വഴികൾ നോക്കുമ്പോൾ കണിച്ചേട്ടാ, നമ്മുടെ ഈ കച്ചവട മേഖലകളിൽ ഒക്കെ തന്നെയാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ നേടിയിരിക്കുന്ന അല്ലെങ്കിൽ ഇതുവരെ സഞ്ചരിച്ച പാത നോക്കുമ്പോൾ മനസ്സിന് കുളിർമയുള്ള ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. ചില സൗഹൃദങ്ങളാവാം, നമ്മുടെ സ്ഥാപനത്തിൽ സ്ഥിരം വരുന്ന ആളുകളാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വ്യക്തിയെ സഹായിക്കുന്നതാവാം, അല്ലെങ്കിൽ ആ പിന്നിട്ട ചിന്തകൾ നോക്കുമ്പോൾ ഏറ്റവും മനസ്സിൽ കുളിർമയുള്ളത് എന്താണ് തോന്നുന്നത്? എനിക്ക് മനസ്സിലേറ്റവും വിഷമമുള്ള കാര്യം പറയാനുള്ളത്, സന്തോഷമുള്ള കാര്യമല്ല. എന്നുവെച്ചാൽ ഈ 2002 ജനുവരി മുതൽ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഭക്ഷണം കൊടുത്തിരുന്നു.
എല്ലാ ദിവസവും കാലത്തും ഉച്ചയ്ക്കും 2 നേരം ഭക്ഷണം കൊടുത്തിരുന്നു. ആദ്യം ഞങ്ങൾ കാലത്ത് കഞ്ഞി മാത്രമായിട്ട് കൊടുത്തിരുന്നത്. അത് വടക്കാഞ്ചേരി ജേസീസും കാരുണ്യ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം കൂടിയിട്ട് ഒരുമിച്ചാണ് തുടങ്ങിയത്. അതെല്ലാ ദിവസവും കഞ്ഞി കൊടുത്തിരുന്നു. അതിന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ദുബായ് സുഹൃത്ത് സംഘം ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാനുള്ള പൈസ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരൊരു 5 കൊല്ലം മാസം 30,000 രൂപ ഉച്ചഭക്ഷണത്തിലേക്ക് വേണ്ടി തന്നിരുന്നു. അത് കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വരവൊരു മക്കാമെന്ന് അവർ പറഞ്ഞു. ഇവർ വേറെ പ്രൊജക്റ്റായി ദുബായ് സുഹൃത്ത് സംഘം വരവൊരു മക്കാമെന്നുള്ള ആൾക്കാർ. അപ്പോൾ ഇത് നിർത്തുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം തരാം, അത് കൊണ്ടുവന്ന് കൊടുക്കാനുള്ള സംവിധാനം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഡെയിലി 125 ആൾക്കുള്ള ഭക്ഷണം ഹോസ്പിറ്റലിൽ നിന്ന് തരും, അല്ല വരവൊരു മക്കാമെന്ന് തരും. അത് കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ എക്സ് വളണ്ടിയേഴ്സ് വിതരണം ചെയ്യാൻ സഹായിക്കും. എന്നിട്ട് വണ്ടി എപ്പോഴും അപകടം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ വളണ്ടിയേഴ്സ് അതിന് സഹകരിക്കാനും പണിയെടുക്കാനും തയ്യാറാണ്. അപ്പോൾ അവരത് ദിവസം വിതരണം ചെയ്തിരുന്നു. അത് കോവിഡ് കാലത്ത് ഞങ്ങളെ ഭക്ഷണം വെച്ച് തയ്യാറാക്കിയിരുന്ന സ്ത്രീക്ക് വയ്യാണ്ടായപ്പോൾ 4 ദിവസം ഭക്ഷണം തന്നു. അതിനുശേഷം വേറെ സംഘടന അവിടെ കൊടുക്കണു. പിന്നീട് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ കൊടുക്കാനുള്ള അവസരം ഞങ്ങളുടെ കിച്ചൺ പൊളിച്ച് കളഞ്ഞു. അവിടെ ഭക്ഷണം തയ്യാറാക്കാനായിട്ടുള്ള അത് നിന്നതിലുള്ള വിഷമം എനിക്കിപ്പോഴും നന്നായിട്ടുണ്ട്. അത് 22 കൊല്ലത്തോളം കൊടുത്തതിന് അതിയായ സന്തോഷമുണ്ട്. ഇപ്പോൾ ഒരു 1.5 കൊല്ലം 2 കൊല്ലമായിട്ട് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ വിഷമമുണ്ട്. അപ്പോൾ ദുഃഖവും സന്തോഷവും ഒരേ കാര്യത്തിൽ ഏറ്റവും കൂടുതലുണ്ട് ജീവിതത്തിൽ. എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാം കാണുന്ന വടക്കാഞ്ചേരിയിലെ അധികാരികളോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാം, എനി ടൈം ന്യൂസിന് ആവശ്യപ്പെടാനുള്ളത്, ഇത്തരത്തിൽ നല്ല മനസ്സുള്ള കുറച്ച് സുമനസ്സുകൾ ഈ നാട്ടിലുള്ളത് കൊണ്ടാണ് ഉറവ പറ്റാത്ത സ്നേഹവും എല്ലാം ഈ നാട്ടിൽ ഇപ്പോഴും ഉള്ളത്. അവർ ചേർത്ത് പിടിക്കുവാനുള്ള മനസ്സ് ഇവർക്ക് പലർക്കുമുണ്ട്, ഇപ്പോഴുമുണ്ട്. അതിനുള്ളൊരു അവസരം ഒരുക്കേണ്ടത് അധികാരികളാണ്. തീർച്ചയായിട്ടും അവർ ഒരുക്കി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ നാളെ മുതൽ കൊടുക്കാൻ തയ്യാറാണ്. എനി ടൈം ന്യൂസിന്റെ ഈ ഒരു പ്രോഗ്രാമിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ആശയവും ഇത് തന്നെയാണ്. സമൂഹത്തിലെ പല ആശയങ്ങളും ഞങ്ങൾ പുറത്തേക്ക് എത്തിക്കുകയാണ്. അവർ സഞ്ചരിച്ച വഴിയിലൂടെയും അവർക്കിനിയും ഈ രംഗത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നെല്ലാം ഈ ഒരു ചർച്ചയിലൂടെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ ഒരു ആശയം ഞങ്ങൾ അധികാരികൾക്കായി തരികയാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ, പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് എന്ത് തടസ്സമാണോ ആ തടസ്സവാദഗതികളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അനുയോജ്യമായ മറ്റൊരിടമാണെങ്കിൽ മറ്റൊരിടം, അല്ലെങ്കിൽ അതിന് മറ്റൊരു കെട്ടിടമാണെങ്കിൽ കെട്ടിടം, അതിന് എന്താണ് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുക്കി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് പേർക്ക് അന്നമാകാം. തീർച്ചയായിട്ടും അതിന് ഞങ്ങൾ തയ്യാറുണ്ട്. എൻ്റെ കൂടെയുള്ള അന്നത്തെ ടീമുകൾ മുഴുവനും ഇപ്പോഴും റെഡിയാണ് അതിന്. ഇനി സന്തോഷം, ദുഃഖം പറഞ്ഞു. സന്തോഷം നോക്കുമ്പോൾ ഇതുവരെ സഞ്ചരിച്ച നാൾവഴികൾ നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ സ്ഥാപനവുമായൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ഓർത്തെടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇതിൻ്റെ വിവിധ ഘട്ടങ്ങൾ ആലോചിച്ച് അപ്പനന്ന് 9 മക്കളെ വളർത്തിയതും അപ്പൻ തുടങ്ങിയ വ്യാപാരത്തിൽ നിന്നാണ്. 5 ആളും ബിസിനസ്സിൽ നിൽക്കണു. സിസ്റ്റേഴ്സ് എല്ലാവരും ജോലിക്കാർ, ടീച്ചേഴ്സുമാണ്. ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഫ്രാൻസേട്ടൻ തന്നെ കച്ചവടത്തിലേക്ക് വരണം, ഇങ്ങനെ വരുമ്പോഴത്തേക്കും പ്രോത്സാഹനം തന്നിരുന്നു. ഞങ്ങൾ 5 ആൺമക്കളും കച്ചവടത്തിൽ തന്നെയാണ്. അതെ, ആരും ജോലിക്ക് പോയിട്ടില്ല. പെൺമക്കളെല്ലാവരും ജോലിക്കാരാ. അവരെല്ലാവരും അപ്പച്ചൻ പറഞ്ഞു നിങ്ങളുടെ പാത ഇതാണ്. ഞങ്ങൾ അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എന്താണ് താല്പര്യം, പഠിക്കാനായിട്ട് എത്ര വേണമെങ്കിലും പഠിപ്പിക്കാൻ തയ്യാറുണ്ടായിരുന്നു. പഠിപ്പ് കഴിഞ്ഞ് ജോലിക്ക് പോകാനാണ് ഇഷ്ടമെങ്കിൽ ജോലിക്ക് പോവാം, കച്ചവടം ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ. ഞങ്ങൾക്ക് ഫുൾ സ്വാതന്ത്ര്യം തന്നിട്ട് അപ്പം വളർത്തിയിട്ടുള്ളത്. ഒരു റെസ്ട്രിക്ഷനും ഇല്ല. അത് അന്ന് മേശയിൽ നിന്ന് പൈസ എടുക്കണേന് ഞങ്ങൾക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. അത്ര സൗഹൃദമായിരുന്നു, ഫ്രീഡം തന്നിരുന്നു. ആ ഫ്രീഡം തന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും അനാവശ്യമായിട്ട് എടുത്ത് ചെലവ് ചെയ്യാൻ തോന്നിയിരുന്നില്ല. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, നമ്മുടെ പൈസയാണ് എന്നാണ് അപ്പം പറഞ്ഞു തന്നിട്ടുള്ളത്. അത് ഓരോരുത്തരുടെയാണ്, അല്ലാണ്ട് എൻ്റെ പൈസ നിങ്ങൾ എടുക്കണമെന്നുള്ളൊരു ചിന്തയില്ല. ഇത് നമ്മുടെ പൈസയാണ്, സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതും ചെലവാക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. സ്വന്തമായി ഈ ഒരു രംഗത്തേക്ക് വന്നപ്പോൾ, അതായത് അപ്പച്ചനെ ആശ്രയിക്കാതെ അല്ലെങ്കിൽ അപ്പച്ചൻ കൂടുതൽ സ്വന്തമായിട്ട് രീതിയിലേക്ക് വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയില്ലേ? വ്യവസായ ഈ കച്ചവട സ്ഥാപന രംഗങ്ങളിലെല്ലാം ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ? അന്നത്തേൽ നിന്ന് വിട്ട് ഒരുപാട്. ഞാൻ എൻ്റെ 25ാം പിറന്നാളിന് വേറെ പീടിക തുടങ്ങണമെന്നാണ് അപ്പനോട് പറഞ്ഞിട്ടായിരുന്നത്. എൻ്റെ 25th ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ഞാൻ സ്വന്തമായിട്ടൊരു പീടിക വേണം. എന്നിട്ട് ഈ പീടിക എൻ്റെ സ്വന്തം അല്ലാണ്ടല്ല, പക്ഷെ നമ്മൾ സ്വന്തം എനിക്ക് മാനേജ് ചെയ്യാനായിട്ട്. വെച്ചാൽ അപ്പൻ്റെ, ചേട്ടൻ്റെ, അനിയന്മാരുണ്ട്, എല്ലാവരും കൂടിയിട്ട് മാനേജ് ചെയ്തിട്ട് ഒരേ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഓട്ടുപാറ ഒരു സ്ഥലം വാടകയ്ക്ക് എടുത്ത്, അപ്പൻ തന്നെയാണ് പീടിക തുടങ്ങിയത്. സ്ഥലം എടുക്കലും വാടകയ്ക്ക് കൊടുക്കലും അങ്ങനെ എൻ്റെ പേരിൽ രജിസ്ട്രേഷൻ എടുത്ത് അപ്പൻ
വന്നു ഇരുന്ന് കച്ചവടം തുടങ്ങി. അപ്പോൾ അന്ന് വടക്കാഞ്ചേരിയിൽ പീടിക നടത്തുന്ന ആൾ തന്നെയാണ് ഈ മണിയേട്ടൻ എന്ന് പറഞ്ഞ ഓട്ടുകാരക്കാർക്കും സുപരിചിതനാണ്. അപ്പോൾ ഈ പീടിക മണിയേട്ടൻ്റെ പീടികയാണ്, മണിയേട്ടൻ്റെ മോനാണെന്നുള്ള ഒരു പ്രിവിലേജ് എനിക്ക് കിട്ടിയത് കൊണ്ട് എനിക്ക് കച്ചവടം കിട്ടാനായിട്ട് സത്യം പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. എന്നുവെച്ചാൽ ഈ ഭാഗത്തുള്ള എല്ലാവരും മണിയേട്ടനെ അറിയും. അപ്പോൾ അതുകൊണ്ടാണ് മാണി സെൻസ് എന്നാണ് എൻ്റെ കടയുടെ പേര് അന്നും ഇന്നും മാറിയിട്ടില്ല. അപ്പോൾ ആ ബെനിഫിറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കച്ചവടം തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സ്ഥലം പോരാൻ തോന്നി. അപ്പോൾ അടുത്ത റൂം കൂടെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ആ ബിൽഡിങ് ഞാൻ വാങ്ങിയിട്ട് അതിൽ കുറേ നാൾ ചെയ്തു. അപ്പോഴേക്കും മോഡേണൈസേഷൻ്റെ കാലം, കമ്പ്യൂട്ടറൈസ് മാറി. അപ്പം ഞാൻ ഇവിടെയുള്ള ഏത് സ്ഥാപനം, ഒന്നാമതായിട്ട് കമ്പ്യൂട്ടറൈസ് ചെയ്ത സ്ഥാപനം എൻ്റെ സ്ഥാപനമാണ് വടക്കാഞ്ചേരിയിൽ. അപ്പോൾ അത് മാറി. അത് കഴിഞ്ഞ് കാലഘട്ടം സൂപ്പർ മാർക്കറ്റ് സ്റ്റേജിലേക്ക് മാറി. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റ് സ്റ്റൈലിലേക്ക് മാറി. പിന്നെ അതിനുശേഷം ആ ബിൽഡിംഗ് സൗകര്യം പോരാന്ന് തോന്നി. അപ്പോൾ അത് മൊത്തം പൊളിച്ച് പണിത് 3 ഫ്ലോറായിട്ട് പണിതു. എല്ലാ കാലത്തും കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ജീവിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. എനിക്ക് തോന്നുന്നു എത്ര തൊഴിലാളികളുണ്ട് ഇപ്പോൾ എനിക്ക് മൊത്തം 100 തൊഴിലാളികൾ കൂടുതലുണ്ട് ജീവിക്കുന്നത്. 100 കുടുംബങ്ങളാണ്, 100 തൊഴിലാളികളല്ല. ഇവിടെ 54, ചേലക്കര 40, പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ട് യൂണിയൻകാർ ഡയറക്റ്റ് ആയിട്ട് എന്തായാലും 100-ൽ കൂടുതൽ കുടുംബങ്ങൾ. എത്രയോ പേര് ഈ ഒരു ബന്ധവുമായി ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് പോകുന്നു. ഇതൊരു കുടുംബമാണല്ലോ. അപ്പൻ തെളിച്ച പാതയിലൂടെ മക്കൾ സഞ്ചരിക്കുന്നു. ഇന്ന് മക്കളിലൂടെ ഒരുപാട് പേര് ജീവിതം കരുപിടിപ്പിച്ച് മുന്നോട്ട് പോകുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഏറെ സന്തോഷവും അഭിമാനവും അല്ലേ? എനിക്ക് ജീവിതത്തിലുള്ള ഏറ്റവും വലിയ സന്തോഷം ഇത്രയും ആൾക്കാർക്ക് ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം എന്നുള്ളതാണ്. പലപ്പോഴും എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട്, ഈ ഇൻവെസ്റ്റ്മെൻറ്റിനനുസരിച്ചുള്ള ലാഭം ഇപ്പോൾ കിട്ടുന്നുണ്ടോ, ഇത്രയും സ്റ്റോക്ക്, ഇത്രയും സ്ഥലം, ഇതിൻ്റെ ഒരു വാടകയൊക്കെ കണക്കൂട്ടിയ ലാഭം കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഇതൊക്കെ ഉണ്ടായത് ഈ കച്ചവടം ചെയ്തിട്ട് അന്നത്തെ തൊഴിലാളികളുടെ അധ്വാനവും എൻ്റെ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം കൂടിയിട്ടുണ്ടായിട്ടില്ല. ലാഭം മാത്രം പ്രതീക്ഷിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ലാഭത്തേക്കാൾ ഉപരി അതിന് കുറച്ചുകൂടി സേവന മനോഭാവത്തിലൂടെ വരുമ്പോൾ അവിടെ ദൈവികമായൊരു നന്മ വരും, ദൈവത്തിന്റെ ഒരു സ്നേഹവും സന്തോഷവും. തീർച്ചയായിട്ടും എനിക്ക് എല്ലാ കാര്യങ്ങളിലും ദൈവാനുഗ്രഹം ഉണ്ടെന്ന് 100% ബോധ്യമുണ്ട്. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് നടക്കുക, അതന്നെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. അപ്പോൾ അത് നടക്കുന്നുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും വലിയ ബാധ്യതയൊന്നും ഇല്ലാണ്ട് ഈ ശമ്പളം കൊടുക്കലും കാര്യങ്ങളും കച്ചവടം കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് ദൈവാനുഗ്രഹം തന്നെ, അല്ലാണ്ട് എൻ്റെ മിടുക്കൊണ്ടൊന്നും ഒന്നും നടക്കില്ല. എനിക്ക് സ്വപ്നം എന്ന് പറയുന്നത് ഇനി കച്ചവടം ചെയ്തു ഇത്രയും കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്, അത് കണ്ടിന്യൂസ് ആയിട്ട് പോകണം. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു സ്വപ്നം എന്താ വെച്ചാൽ ഇവിടെ ഡയാലിസിസ് രോഗികൾക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ഒരു വാഹന സൗകര്യം ഇല്ല. അത് സൗജന്യമായിട്ട് ഒരു വണ്ടി വടക്കാഞ്ചേരിയിൽ ഇട്ടിട്ട് ഇവിടെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഹോസ്പിറ്റലിലേക്ക്, ഇപ്പോൾ അമല ഹോസ്പിറ്റലായാലും മെഡിക്കൽ കോളേജ് ആയാലും മിഷൻ ഹോസ്പിറ്റലായാലും അവരെ കൊണ്ടുവരാനുള്ള ഒരു വാഹനം അർജൻറ്റായിട്ട് മേടിക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട്. അതിനുള്ള ശ്രമം തുടങ്ങാൻ പോകണു. എന്തായാലും ഞാനൊരു കാര്യം പറയാം, ഇടയ്ക്ക് സംസാരിക്കുകയാണ്, അത് ക്ഷമിക്കണം. നല്ല ചിന്തകളുടെയും നല്ല ആശയങ്ങളുടെയും കൂടെ ദൈവികമായ ഒരു അനുഗ്രഹം ഉണ്ടാവും. ഈ ഒരു ആഗ്രഹം എന്തായാലും നടക്കാതിരിക്കില്ല. 2025 കടക്കാനായി ഈ കേവല ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ 2025 പകുതിക്ക് ഈ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാണ്. 2025 മാർച്ച് ആവുമ്പോഴേക്കും സ്വപ്നം എന്റെ സ്വപ്നം അതാണ്. അപ്പൊ അതായത് 2024 അതിന്റെ ഒരു 2020 ജനുവരിയിൽ ഡിക്ലെയർ ചെയ്ത മാർച്ച് ആകുമ്പോഴേക്കും വണ്ടി കൊണ്ടുവന്ന് ഇവിടെയുള്ള രോഗികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സ്നേഹ സമ്മാനമായിരിക്കാം. തീർച്ചയായിട്ടും അതാണ് ആഗ്രഹം. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾക്ക് ഞാൻ പലരോടും സംസാരിച്ച ഒരു ആശയമുണ്ട്. വളരെ സിമ്പിളായിട്ട് 1 റുപ്പി ചാലഞ്ചാണ് ഞാൻ അതിന് എൻ്റെ മനസ്സിലിട്ടിട്ടുള്ള പേര്. 1 രൂപ ചാലഞ്ച്. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ 40,000 വോട്ടുണ്ട്. ഒരു ദിവസം ഒരാൾക്ക് 1 രൂപ കൊടുക്കാൻ പറ്റില്ലേ? പറ്റുന്നതാണ്. അല്ല, ഞാൻ സിനിമ കാണാറില്ല, എനിക്ക് ആ സിനിമയിലല്ലേ. ആ സിനിമ ഏതാന്ന് പറഞ്ഞത് കണ്ടു നോക്കാന്നുണ്ട്. സിനിമ വളരെ അപൂർവ്വം കാണാറ്. ഞാൻ യൂട്യൂബ് വീഡിയോസ് നന്നായി കാണും, പത്രം വായിക്കും, അത്യാവശ്യം വാർത്തകൾ കാണും. നാട്ടിലുണ്ടാവുന്ന സംഭവ വികാസങ്ങൾ നമ്മൾ അറിയണല്ലോ. അത് നമ്മൾ ഓരോരുത്തർ നല്ല നല്ല ആൾക്കാരുടെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനറിയില്ലേ. കുടുംബത്തിലെ എനിക്ക് ഭാര്യ, 2 മക്കള്. ഈ മക്കളോടൊക്കെ കുടുംബത്തോടൊക്കെ ചെലവഴിക്കാൻ എപ്പോഴാണ് സമയം?
ഞങ്ങൾ രാത്രി ഉറങ്ങാനായിട്ട് നേരം വൈകുന്ന കുടുംബമാണ്. എന്നുവെച്ചാൽ 10 മണി കഴിഞ്ഞ് കട അടഞ്ഞ് വന്നാൽ ഞങ്ങൾ ഭാര്യയും മക്കളും സംസാരിച്ചിരിക്കുക 12 മണി വരെയാണ് ആ വർഷം. അപ്പോൾ ആ 2 മണിക്കൂർ ഞങ്ങൾക്ക് സുഖമായിട്ട് സൗകര്യം കിട്ടും. 12 മണി തൊട്ട് ഒരു 6 മണി വരെ ഉറങ്ങിയാൽ 6 മണിക്കൂറായില്ലോ. അത്രയും നമ്മൾ ഉറങ്ങേണ്ട ആവശ്യമുള്ളൂ. അത് കാലത്ത് അവർ സ്കൂളിലേക്ക് ഓട്ടവും മുടക്കുള്ള ദിവസം ഇടയ്ക്ക് അവരെയും കടയിലേക്ക് കൊണ്ടുപോകും, അവരെയും കട കാണിക്കും. ഇപ്പോഴും 3 വയസ്സുള്ളവൻ്റെ കഴിഞ്ഞ പൂരത്തിന് മെഡിമിക്സിൻ്റെ വിശറി വിതരണം ചെയ്യാനായിട്ട് ഞാൻ കൊണ്ടുപോയിട്ടായിരുന്നു. വഴി കൂടെ പോകണം, ചൂട് കൊണ്ട് പോണവർക്ക് വിശറി അവർ കമ്പനിക്കാർ സൗജന്യമായിട്ട് തന്നു. അപ്പോൾ ഈ 3 വയസ്സുകാരനെ അതിൻ്റെ മുഖത്ത് 6 വയസ്സുകാരനെ കൊണ്ടുപോയിട്ട് ഇവിടെയുള്ള എല്ലാവർക്കും വിളിച്ചിട്ട് വിശറി ഫ്രീ കൊടുത്തു. അവർക്കൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് സഞ്ചരിച്ച് ഇന്നത്തെ പുതുതലമുറയിലേക്കും ഇതൊക്കെ ഉണ്ടെന്ന് പരിചയപ്പെടുത്തുന്ന നല്ലൊരു മനസ്സാണ്. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ ഈ ഒരു യാത്രയിൽ അങ്ങും ഞങ്ങളുടെ ഭാഗമാവുകയാണ്. 2 ആശയങ്ങൾ അങ്ങ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒരു ആശയം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ₹1 പറഞ്ഞില്ലേ, അതൊന്ന് പറയണം, അത് പറയണം തീർച്ചയായിട്ടും. ₹1 ചാലഞ്ച് എന്ന് ഞാൻ അത് മനസ്സിൽ പലരായിട്ട് പങ്കുവച്ചിട്ടുള്ള ആശയമാണ്. പക്ഷെ എനിക്ക് പ്രായോഗികമാക്കാൻ പറ്റിയിട്ടില്ല. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ 40,000 വോട്ടർമാരുണ്ട്. ഈ 40,000 ആളും ₹1 ഒരു ദിവസം കൊടുക്കുകയാണെങ്കിൽ 40,000 രൂപയായി. നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിലുള്ള ആൾക്കാർക്ക് ഡയാലിസിസ് നടത്താനായിട്ട് ആ ഫണ്ട് മതിയാവും എന്ന് എനിക്ക് തോന്നണേ. ഈ ₹1 എന്നുള്ളത് കൂടുതൽ കൊടുക്കാൻ കപ്പാസിറ്റിയുള്ളവർ കൊടുത്തോട്ടെ. അപ്പോൾ അതൊരു ₹1 ചാലഞ്ച് ആർക്കും ഭാരമാകാണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു സിസ്റ്റം. ഇപ്പോൾ നമ്മുടെ വടക്കാഞ്ചേരി ഹോസ്പിറ്റലിൽ തന്നെ മെഷീനറി ഉണ്ട്, എല്ലാം നടപ്പിലാക്കുകയാണെങ്കിൽ അതിന് വേണ്ട മെറ്റീരിയൽസ് വാങ്ങാനും സാലറി കൊടുക്കാനും ദിവസം 40,000 മതിയാവും എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അത് ഇംപ്ലിമെൻ്റ് ചെയ്താൽ വടക്കാഞ്ചേരിയിലെ എല്ലാ മുനിസിപ്പാലിറ്റിയിലുള്ള കൗൺസിലർമാരും ജാതി മത രാഷ്ട്രീയം നോക്കാണ്ട് അതിനെ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് മാത്രം എല്ലാ ദിവസവും 40,000 രൂപ കളക്ട് ചെയ്യാനും ഏതാണ്ട് ഇവിടെയുള്ള മുഴുവൻ രോഗികൾക്കും ഡയാലിസിസ് നടത്താനുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള ഫണ്ട് ഉണ്ടാവും. അതൊരു സൊസൈറ്റി ഫോം ചെയ്തിട്ടോ ഒരു സംഘടന ഫോം ചെയ്തിട്ടോ മത രാഷ്ട്രീയ വ്യത്യാസമില്ലാണ്ട് എല്ലാവരും കൂടി, എന്നുവെച്ചാൽ രോഗം വരാൻ ജാതി മതം ഒന്നും പ്രശ്നമല്ല. അപ്പോൾ അതുകൊണ്ട് അത് നടപ്പിലാക്കിയാൽ ഒരുപാട് ഉപകാരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഈ വണ്ടി വാങ്ങാനുള്ള പരിപാടി എന്തായാലും മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. വലിയ താമസമില്ലാണ്ട് സാധിക്കും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുടുംബത്തെക്കുറിച്ച് നമ്മൾ ചോദിച്ചു. മക്കളൊക്കെ ഇപ്പോൾ ഏത് രംഗത്താണ്? മകള് തൃശ്ശൂർ ഹൈ ലൈഫ് ബിൽഡേഴ്സ് എന്നുള്ള ഒരു ബിൽഡറുടെ ഭാര്യയാണ് മകള്. അവർ 2 പാർട്ട്നേഴ്സായിട്ട് ആ സ്ഥാപനം നടത്തുന്നു. മകൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. ഇപ്പോൾ തൃശ്ശൂർ 2 ഓഫീസുണ്ട്, വടക്കാഞ്ചേരിയിൽ 1 ഓഫീസുണ്ട്. ഈ ഇയറിലത്തെ തൃശ്ശൂർ ജില്ലയുടെ ചെയർമാൻ കൂടിയാണ്. അപ്പോൾ ആൾ ബിസിനസ്സിലും ഇൻവോൾവ്ഡാണ്. ഒഫീഷ്യലി നല്ല തിരക്കിലാണ്, പക്ഷേ ബിസിനസ്സിൽ എപ്പോഴും എല്ലാ സഹായത്തിനും ആൾ എന്നും കൂടെയുണ്ട്. ഫ്രാൻസേട്ടൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ധാരാളം ആശയങ്ങളാണ്. പ്രവൃത്തിപഥത്തിലേക്ക് എത്തേണ്ട ആശയങ്ങൾ തന്നെയാണ്. അതിലെ ഒരെണ്ണം എന്ത് തന്നെയാണെങ്കിലും 2024-25 വാർഷിക അവസാനത്തോടുകൂടി തന്നെ മാർച്ച് മാസത്തോടുകൂടി യാഥാർത്ഥ്യത്തിലേക്ക് എത്തും. എനിക്ക് തോന്നുന്നു ഒരു പിതാവ് തെളിച്ച പാതയിലൂടെ മക്കൾ സഞ്ചരിക്കുക. ആ മക്കൾ സഞ്ചരിക്കുന്ന പാത ഒരുപക്ഷെ മുള്ളും എല്ലാം നിറഞ്ഞതാവാം. അതെല്ലാം കൊണ്ട് അല്പദൂരം സഞ്ചരിച്ച് അവിടുന്ന് സുഗമമായി പോകുമ്പോൾ വരുന്ന തലമുറയിലൂടെയും ആ പാതയിലൂടെ നയിക്കുമ്പോഴാണ് ഇതുപോലൊരു നല്ല നല്ല വ്യക്തിത്വങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുക. ഒരുപക്ഷെ അന്നത്തെ ആ നിരപ്പലകയിട്ട കടയിൽ നിന്ന് ഇന്ന് വലിയ ഒരു സൂപ്പർ മാർക്കറ്റ് സമുച്ചയത്തിലേക്ക് വന്നപ്പോൾ ഒരുപക്ഷെ മനസ്സിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. നിരപ്പലകകൾ എണ്ണം കൂടിയപ്പോഴും കടകൾക്ക് എണ്ണം കൂടിയപ്പോഴും മനസ്സിന് ചിന്താഗതിക്ക് ഒരു മാറ്റം വന്നില്ല. ഒറ്റ ചിന്താഗതിയേ ഉള്ളൂ. ആ ചിന്താഗതി സേവനം എന്ന ചിന്താഗതി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിസ് സാറിനെ പോലെയുള്ള സുമനസ്സുകൾ ഈ വടക്കാഞ്ചേരിയുടെ ഹൃദയത്തെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത്. എല്ലാവിധ ഭാവങ്ങളും ഞങ്ങൾ നേരുകയാണ്. ഈ ഒരു പ്രവൃത്തിബോധത്തിലേക്കൊക്കെ എത്തട്ടെ. എനി ടൈം ന്യൂസ് ഒരു വാഗ്ദാനം തരികയാണ്. ഈ ₹1 ചലഞ്ചിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്, ഞങ്ങളിത് ഏറ്റെടുക്കുകയാണ്. അങ്ങയിലൂടെ ഇത് പ്രവൃത്തിബോധത്തിൽ എത്തിക്കാൻ ഞങ്ങൾ ഈ ആശയം വടക്കാഞ്ചേരിയിലെ അധികാരികളുടെ അടുത്തേക്ക് ഞങ്ങൾ എത്തിക്കാൻ തയ്യാറാണ്. ഇത് നല്ലൊരു ആശയമാണ്. ഇതിൽ ധാരാളം പേർ കടന്നു വരട്ടെ. ഇതിൽ ഒരുപാട് കുടുംബങ്ങൾ ദുരിതം അനുഭവിക്കുന്നുണ്ട്. അവർക്ക് ഒരു നേരമെങ്കിലും ഒരു ആശ്വാസമാകാൻ സാധിക്കുന്നെങ്കിൽ അങ്ങയുടെ ഈ ആശയം വലിയ ആശയമാണ്. എല്ലാവിധ പിന്തുണയും ഞങ്ങൾ തരികയാണ് ഈ ഒരു കാര്യത്തിന്. എല്ലാം നടപ്പിലാവാൻ വേണ്ടിയിട്ട് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. നമുക്കും കൂട്ടായി പ്രവർത്തിക്കാം. ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? വാണിസ് എൻ്റെ സ്ഥിരം പ്രേക്ഷകരുണ്ട്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതും കൂടെ ഫ്രാൻസിസ് സാറിനാണല്ലോ എന്ന് ഇപ്പൊ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എന്നും മനസ്സിൽ കരുണയുടെ ഒരു അംശം ഉണ്ടാകുക.
സാമ്പത്തികം വരും പോവും, ആരോഗ്യം വരും പോവും, പക്ഷേ മനസ്സിലുണ്ടാകുന്ന നന്മ എന്നും നിലനിൽക്കും. നമ്മൾ മരിച്ചു പോയാലും ജനങ്ങൾ നമ്മുടെ നന്മകൾ മാത്രം ഓർക്കും. എല്ലാവരും നന്മയുള്ള ജീവിതം നയിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. ജീവിച്ചിരിക്കുന്ന നിമിഷങ്ങൾ, അത് ഒരു നിമിഷമാണെങ്കിൽ പോലും ഈ ജീവിതത്തിൽ ഒരു ദിവസം ഒരു നന്മയെങ്കിലും ചെയ്യുക എന്നാണ് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് ഒരു നന്മയൊന്നും ചെയ്യാൻ സാധിച്ചില്ല, ആരും ഉപദ്രവിക്കാതിരുന്നാൽ അത്ര നല്ലതെന്നാണ് പൊതുവെയുള്ള ഭാഷ്യം. എങ്കിലും ഫ്രാൻസിസ് ഉള്ള സുമനസ്സുകൾ ഈ നാടിനെ ചേർത്ത് പിടിക്കട്ടെ. എല്ലാവിധ ഭാവങ്ങളും ഈശ്വര അനുഗ്രഹങ്ങളെല്ലാം ഞങ്ങൾ നേരുകയാണ്. തീർച്ചയായും മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു പുതുമയാർന്ന ഒരു അതിഥിയുമായി ഞങ്ങൾ കടന്നു വരാം. നിങ്ങളുടെ ഇടയിലും ഇതുപോലെയുള്ള വ്യക്തിത്വങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിക്കാം. എനിടൈം ന്യൂസിലൂടെ, പിന്നിട്ട വഴികളിലൂടെ, പിന്നിട്ട സഞ്ചാരപാതകളിലൂടെ ഞങ്ങളൊന്ന് മുന്നോട്ട് അവരെത്തിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ മറ്റൊരു അതിഥിയെ കണ്ടുകൂട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.